Hello, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 times അവരുടെ നെയിം പറയുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ. Thunderbolt, patience, the dream, please guide me, universe, please guide me. The burden, the fool, please guide me, universe, please guide me. Thank you so much. Okay, ordinaries, existence, receptivity, the creator, letting go, bottom of the deck, experiencing. ഓക്കെ, പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജീസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സഡൻലി ഒരു ടവർ മൂവ്മെന്റ് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സഡൻ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അത് നിങ്ങളുടെ വ്യക്തിയാകാം. ബട്ട് ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ടവർ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷന് മൂവ് ഓൺ ചെയ്യാന്നുള്ള ഒരു എനർജി അല്ല. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബന്ധമുണ്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില ബന്ധങ്ങളിൽ കണ്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിൽ നമുക്ക് പോകേണ്ടതായിട്ട് വരുമല്ലോ. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾ ഇനി ഒരു കണക്ഷന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള എഫോർട്ടും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, യാതൊരു തരത്തിലുള്ള എഫോർട്ടും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പം ഒരു കണക്ഷനിൽ എഫോർട്ട് എടുക്കാതിരിക്കുന്ന ഒരു ടൈം എപ്പോഴാണ്, നമ്മൾ മാക്സിമം നമ്മുടെ 110% അവിടെ കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു കണക്ഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാത്തതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ലെറ്റ് ഗോ ചെയ്തു. ആ ഒരു എനർജി ആയിരിക്കുമല്ലോ മിക്കപ്പോഴും എല്ലാവർക്കും വരുന്നുള്ളത്. അപ്പം ആ ഒരു ഫേസിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, സെൽഫ് ലവ് ചെയ്യാണ്, ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവുകയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങൾക്കിപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ ക്ഷമയുടെ എനർജിയിലാണ്. പേഷ്യൻസ്, ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ, ഇപ്പം എന്ത് സംഭവിച്ചാലും അതിനെ ആ ഒരു വരുന്ന വഴിക്ക് വെച്ച് കാണാം എന്നുള്ള ഒരു എനർജി. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഉള്ളത്. ഓക്കെ, സോ അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇയാൾക്കുണ്ടായിട്ടുള്ള ഒരു ഈഗോ, ആ ആറ്റിറ്റ്യൂഡ്, ആ ഒരു എനർജി എല്ലാം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ആ ഒരു എനർജീസ് ക്ലാരിഫൈ ചെയ്യാം കാർഡ്സിനെ. Why here is Thunderbolt divine? Universe, please guide me. And the viewers and the person's current feelings എന്തുകൊണ്ടാണ് Thunderbolt വന്നിട്ടുള്ളത്? Please guide me, universe. Please guide me, divine. Why here is Thunderbolt? Okay, 3 of coins and 10 of cups. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്.
നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പം ഓൾറെഡി ഇവര് മാരീഡ് ആണ്. ഇനിയിപ്പം മാരീഡ് അല്ല, മേ ബി അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, നിങ്ങൾ മാരീഡ് അല്ലായിരിക്കാം, ഈ ഒരു വ്യക്തി മാരീഡ് ആയിരിക്കാം, അല്ല രണ്ടുപേരും മാരീഡ് ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഫാമിലിയാണ്. എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, ഇവിടെ കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ ഒരു ഫാമിലി ഉള്ളത് കൊണ്ടാണല്ലേ, ഫാമിലി കാരണമാണ് ഇവിടെ ഒരു പൊട്ടിത്തെറി നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒരു ബന്ധത്തിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്? ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പാർട്ടിസിപ്പേഷൻ. പക്ഷെ ആ ഒരു എനർജി ഒരു കണക്ഷനിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്നാണ് ഇല്ലാതായത്. മേ ബി അതിന് മുമ്പ് വരെ കണക്ഷൻ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു കണക്ഷനിൽ ഒരു ടവർ മൂവ്മെന്റ് വന്നു. ഈ ഒരു ടവർ മൂവ്മെന്റ് വന്നതോടുകൂടി നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി. ആ ഒരു എനർജി ഇവരുടെ ലൈഫിൽ ഇപ്പം ഈ ഒരു തണ്ടർ ബോൾട്ടിന്റെ എനർജീസിൽ ഇവിടെ ബോൺ ചെയ്യുന്നത് 7 ചക്രാസ് ആണ്. 7 ചക്രാസ് ബോൺ ചെയ്യുന്ന ഒരു എനർജീസ് ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇല്ലായ്മ. ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും പ്രസന്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ചിലര് നമ്മുടെ ലൈഫിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടായിരിക്കാം നിൽക്കുന്നുള്ളത്. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിക്കോട്ടെ, ആ ഒരു ടൈമില് ഈ ഒരു ഒറ്റ വ്യക്തി മതിയായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ അത് ഇമോഷണൽ സപ്പോർട്ട് ആവാം, എന്തും ആവാം. ആ ഒരു എനർജിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവും മൊത്തത്തില്. പക്ഷെ ഈ ഒരു ടൈമില് അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള ഒരു എനർജി നിങ്ങളായിരിക്കും ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു എനർജി വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളില്ല. അപ്പം ഈ ഒരു എനർജി ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവരെ ട്രിഗർ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലായ്മ, നിങ്ങളുടെ ആ ഒരു കുറവ് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും സ്വപ്നം കാണുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിനെ നൈറ്റ് കിടന്നുറങ്ങുന്ന ടൈമിൽ. അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ റീസൺ നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ ഒരാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള തോട്ട്സ് വരുന്നത്. അതിനൊക്കെ ഉള്ള ഒരു റീസൺ അവർ നമ്മൾ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. 24/7 ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറയത്തില്ല, പക്ഷെ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഇവരുടെ ലൈഫിലും മെയിൻ ആയിട്ട് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള ഒരു എനർജിയിലാണ്. ഇവരുടെ ലൈഫിൽ ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒരു മൊമെന്റ് ടു മൊമെന്റ് എന്നുള്ള ഒരു എനർജി. ഇത് കാർഡ്സിന്റെ ഒരു എനർജീസ് ആണ്, മൊമെന്റ് ടു മൊമെന്റ്. ആ ഒരു എനർജി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമുക്ക് എന്താണോ സന്തോഷിക്കാനുള്ളത് ആ ഒരു എനർജിയിൽ ഇരിക്കുക. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിലുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ, അല്ലെങ്കിൽ ലിവ് ഇൻ ദ മൊമെന്റ്, മൊമെന്റ് ടു മൊമെന്റ് എന്നുള്ള ആ ഒരു എനർജിയിൽ, ആ ഒരു ഒറാക്കിൾ എനർജീസിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നുള്ളത്. അതങ്ങനല്ല, ഞാൻ എപ്പോഴും പറയും നിങ്ങളോട് ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക. ഒരു ഗോയിങ് വിത്ത് ഫ്ലോ തന്നെയാണത് കേട്ടോ. നമുക്ക് ഒരു ദിവസം, അതായത് ഓരോ ദിവസവും നമ്മളുടെ ലാസ്റ്റ് ഡേ ആണെന്നുള്ള രീതിക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുന്നു നന്നായിട്ട്. ആ ഒരു ദിവസത്തിൽ എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം എന്നുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. Why here is patience, divine? Why here is patience? Here is patience. Justice and magician. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് 24/7 ചിന്തിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ എന്തിനാ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇത്രയും കാലമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒറ്റയടിക്ക് നിങ്ങളെ പറ്റിച്ചിട്ട് അങ്ങ് പോയി. അപ്പം എന്താണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്കുള്ള ജസ്റ്റിസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗിലാണ്. കാരണം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം, ഞാൻ ഈ ഒരു കണക്ഷൻ ഒത്തിരി അധികം കൊടുത്തിട്ടുണ്ട്, ഗീവർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരിക്കലും ടേക്കർ എന്നുള്ള ഒരു എനർജി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു കണക്ഷനിൽ 110% ഡെഡിക്കേഷൻ ഇരുന്നിട്ട്, അതുകൊണ്ട് ഈ ജസ്റ്റിസ് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സിനോട് പറയുകയാണ്. അപ്പം ആ ഒരു മേ ബി ആ ഒരു സ്ട്രോങ് വൈബ്രേഷൻ ആവാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം. നിങ്ങളിപ്പോ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ഇൻ ദ നിയർ ഫ്യൂച്ചറിലും 90% നിങ്ങളുടെ ഫേവറിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഈ ഒരു കണക്ഷനിൽ. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾ റീകൺസൈൽ ആവുകയും നിങ്ങൾ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും, ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്, അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഒരു വ്യക്തി തരുന്നുണ്ടാവും ദ നിയർ ഫ്യൂച്ചറിൽ. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൈ ഹിയർ ഈസ് ദ ഡ്രീം ഡിവൈൻ. സീ ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, ഒത്തിരി അധികം ഓവർ തിങ്ക് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. 24/7 എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് എപ്പോ ചിന്തിക്കുന്നോ ആ ഒരു ടൈമിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ചിന്തിക്കുന്നുള്ളത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്സ്, അതൊക്കെ ഭയങ്കരമായിട്ടും പ്രീഷ്യസ് ആയിട്ട് ഇവർ കരുതുന്നുള്ളത്. പക്ഷെ അതൊരിക്കലും ഇവർക്കുള്ള ആ ഒരു ഫീലിങ്സ്, ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. കാണിക്കുന്ന എന്താണ്, എനിക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഇല്ല, ഇമോഷൻസ് ഇല്ല, ഞാൻ ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്നായിരിക്കും, ഞാൻ മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നുള്ളത്. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഈ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഒരു കഴിവുണ്ട്, ഒരു സൈക്കിക് എബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെയാണല്ലോ, അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് വലിയ കഴിവായിരിക്കും. ഒത്തിരി അധികം ഹൈഡ് ചെയ്ത് ഈ ഒരു വ്യക്തി വെക്കുന്നുണ്ട്. പ്രസന്റ് സിറ്റുവേഷനിൽ ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നല്ല രീതിക്ക് ഡൗൺ ആണ്, ഹാപ്പി അല്ല ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ. ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട് ചെയ്തിട്ടുള്ള ആ ഒരു മിസ്റ്റേക്സിനുള്ള കർമ്മയാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞോ അറിയാതെ ഇവരുടെ മനസ്സിൽ അത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ഇടപെടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എക്സിസ്റ്റൻസിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, മെജിഷ്യന്റെ കാർഡാണ് എക്സിസ്റ്റൻസ് പറയുന്നുള്ളത്. സോ ആ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ ഇവിടെ ഈ ഒരു എനർജിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ഇറ്റ്സെൽഫ് ഈ ഒരു കണക്ഷന് വേണ്ടി ഒരു ജസ്റ്റിസ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരിക്കലും പ്രെയർ തന്നെ, സോറി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതൊരിക്കലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രമല്ല. ഏറ്റവും കൂടുതൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചത് പ്രെയർ തന്നെയാണ്. നമ്മളുടെ ആ ഒരു പ്രെയർ, സോ ആ ഒരു പ്രെയറിന്റെ എനർജിയും ആവാം. മേ ബി നിങ്ങൾ ഒത്തിരി അധികം കരഞ്ഞ് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ഞാൻ ഈ ഒരു കണക്ഷനിൽ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, സോ എനിക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടണം എന്ന് നിങ്ങൾ ഒത്തിരി അധികം ഈ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു പ്രാർത്ഥന ഇവിടെ ദൈവം കേട്ടിട്ടുണ്ടാവാം. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എന്താണോ ഈ ഒരു കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, എത്രമാത്രം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ആ ഒരു പെയിൻ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, ആ സെയിം പെയിൻ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കിട്ടുന്നുണ്ട്, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുള്ളത്. ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞെന്ന് ആശ്വസിക്കാനായിട്ടുള്ള ഒരു എനർജി എങ്കിലും ഉണ്ടായേനെ എന്നുള്ളൊരു എനർജി, എന്നുള്ളൊരു തോട്ട്സ്. വൈ ഹിയർ ഈസ് ദ ബോർഡർ. ഞാൻ 333 ഇപ്പൊ സ്ക്രീനിൽ കണ്ടു കേട്ടോ. റിലേഷൻഷിപ്പ് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് 333 പറയുന്നത്. ഹാർമണി, ജഡ്ജ്മെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന്. ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കർത്തവ്യം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുള്ളത്. അല്ലാതെ ഈ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഹാപ്പി ഒന്നും അല്ല. നമ്മളിപ്പോ ഫാമിലി ആണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഫാമിലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഒത്തിരി അധികം പ്രെയർ ചെയ്യുന്നുണ്ട്. ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു യൂണിവേഴ്സ് ആണ് ഇയാൾക്ക്, അല്ലെങ്കിൽ ഇയാൾ ബിലീവ് ചെയ്യുന്ന ദൈവം എന്നുള്ള ഒരു എനർജി, ഏത് ദൈവം ആയിക്കോട്ടെ ആ ഒരു ഡിവൈൻ പവറിൽ ബിലീവ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കുന്നു ഇനിയിപ്പോ ഉള്ളൊരു എനർജി ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവരുടെ ലൈഫിൽ ഒത്തിരി അധികം സ്ട്രെസ് നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾക്ക് ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ദൈവമാണ്. ഇയാൾ ഒത്തിരി അധികം പ്രെയർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ അവരുടെ ലൈഫിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
പക്ഷെ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആകുമെന്ന് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി എപ്പോഴും കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ലവ്, ആ ഒരു കെയർ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ ഉള്ളത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പാതി ആശ്വാസം കിട്ടുന്നുണ്ടാവും. നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സമാധാനം ഉണ്ടെന്ന്. Why here is the Fool? Fool card, Six of Swords. ഇവർ ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും നല്ലൊരു മതിപ്പ് തന്നെയാണ്. ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് വലിയൊരു സ്നേഹമാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾ എന്നുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ക്യൂൻ ഓഫ് പെന്റിക്കിൾ ആയിരുന്നു, ഇപ്പോഴും നിങ്ങൾ അതായത് ക്യൂൻ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി എന്താണ്? ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എപ്പോഴും ഡൗൺ ടു എർത്ത് എനർജീസ് ആണ്. ആ ഒരാൾക്ക് ഇപ്പൊ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്നറിയാം. ആ ഒരു സെയിം പേഴ്സൺ തന്നെ അവരെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവിടെ എങ്ങനെ നിൽക്കണം എന്നറിയാം. അപ്പൊ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ഇവിടെ ഉള്ളത്. നിങ്ങളെ ഈ ഒരു വ്യക്തി പറ്റിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ, നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിപ്പം റൂഡായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താ ഇവിടെ നിൽക്കുന്നുള്ളത്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിന്ന് ഒത്തിരി അധികം മാറിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി അധികം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഈ ഒരു എനർജിയൊക്കെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തതിന്റെ മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു വ്യക്തി എന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചേഞ്ച് ആയിട്ടുള്ളതിന് ഒരു റീസൺ ഞാനാണ്, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള പ്രവർത്തികളാണ്. എന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഞാൻ എന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്റെ ലൈഫിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ആ ഒരു വ്യക്തിയെ ഞാൻ ഓർക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് ചെയ്തതിനുള്ള കർമ്മം ഞാൻ ഫേസ് ചെയ്യുകയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട് ഇവിടെ. ആൻഡ് വൈ ഹിയർ ഈസ് ദ റിസപ്റ്റിവിറ്റി. ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, സ്നേഹമില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലും ആഗ്രഹിക്കുകയാണ്. ഇവർ റിട്ടേൺ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല. ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇവർ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നിങ്ങൾ വീണ്ടും ഒരു ഗിവർ എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു കണക്ഷൻ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തി, അവിടെ ഈ ഒരു വ്യക്തിയുടെ ഈഗോയോ അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു എനർജി ആറ്റിറ്റ്യൂഡോ ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത് ആരുടെയും മുന്നിൽ. ഓക്കെ, ആരുടെയും മുന്നിൽ ഇയാളുടെ ഈഗോയും ആറ്റിറ്റ്യൂഡ് സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഇയാൾക്ക് ഇങ്ങനെ ഈഗോയിലും ആറ്റിറ്റ്യൂഡിലും നിൽക്കണം. നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ കൈയും കാലും പിടിച്ചു ചെന്ന് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് എന്ത് പറ്റി, സിറ്റുവേഷൻസ് അങ്ങനെയാണോ ഇങ്ങനെ, അതിനൊക്കെ ഒരു സൊല്യൂഷൻ, നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആ ഒരു എനർജിയിലല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ട്രിഗർ ചെയ്യുന്നുള്ളത്, നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും കണക്ട് ആവാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നുള്ളത്. റിസീവിങ് എനർജി എല്ലാം ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ലവും കെയറും എല്ലാം തന്നെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം ഇയാൾക്ക് നിങ്ങൾ ആ ഒരു സ്നേഹവും കയറുമ്പോൾ നിങ്ങൾ ഇവർക്ക് കൊടുക്കണം. പക്ഷെ നിങ്ങൾ പകരം ഒന്നും ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സെൽഫിഷ് എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരു എനർജിയിൽ നമ്മളൊരു കണക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു എനർജിയിൽ നമ്മളൊരു കണക്ഷനിൽ നിൽക്കേണ്ട. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗിവർ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ സെൽഫ് റെസ്പെക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ പിന്നെ നമ്മൾ പറയും എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞ പോലെ, ഇപ്പം നിങ്ങളോട് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിതില് എന്താ പറയുക, അവരുടെ അടുത്ത് ഇതായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത റിട്ടേൺ ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഫൂളായി മാറുക ചെയ്യുന്നത്. ആ ഒരു എനർജിയിൽ നിൽക്കേണ്ട. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടീഷനിങ്ങിന്റെ എനർജിയിൽ നിൽക്കുക. വൈ യു ഈസ് ലെറ്റിംഗ് ഗോ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. 2 കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. 2 of Wands and Strength. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കണക്ഷനിൽ. നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ സ്ട്രെങ്ത് ഇല്ല. ഇന്നർ സ്ട്രെങ്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നുള്ളത് കേട്ടോ. എന്തൊരു കാര്യത്തിനാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നപ്പോൾ എന്ത് ചെയ്ത് കാണും, ഈ ഒരു വ്യക്തി നൈസ് ആയിട്ട് നിങ്ങളെ അങ്ങ് ഒഴിവാക്കി കാണും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മേലിൽ ഇയാൾ ഗിവ് ചെയ്ത് കാണും. കാരണം ഇയാൾക്കുള്ള അതിന് വേണ്ടിയിട്ടുള്ള കൺടേടം ഇല്ല ഈ ഒരു കണക്ഷന് നിൽക്കാനായിട്ടും, ഇതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനായിട്ടും ഉള്ള ഒരു കൺടേടം ഈ ഒരു വ്യക്തിക്കില്ല.
അതുകൊണ്ട് എന്ത് നൈസായിട്ട് ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ഇയാളെ നല്ല രീതിക്ക് ആലോചിച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അതിപ്പം എന്ത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും, മാരിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംഗിൾ റിലേഷൻഷിപ്പ് എന്തായിക്കോട്ടെ, ഇവർക്ക് ആ ഒരു നിങ്ങളുടെ കണക്ഷൻ അത്രയും ഒരു സ്ട്രെങ്ത്. നമ്മൾ പറയൂല്ലോ ബന്ധം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നർ സ്ട്രെങ്തിന്റെ കാര്യമാണ്. ഇന്നർ സ്ട്രെങ്ത് മീൻസ് ഇവിടെ റിലേഷൻഷിപ്പിൽ പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത് അത്രയും ജെനുവിൻ ആയിട്ട് ഇന്റൻസ് ആയിട്ട് കണക്റ്റഡ് അല്ലാത്ത ആളുകൾക്കായിരിക്കും പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക നമ്മളുടെ മേലിൽ. സോ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിന്നിട്ടുള്ളത്. സോ അപ്പം ഇങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ കറന്റ് എനർജീസും. ഓക്കെ, why he is creative, why he is creative, 7 of October. ഇപ്പം പെട്ടെന്ന് ഈ ഒരു കണക്ഷനിൽ ഒരു ടവർ മൂവ്മെന്റ് വന്നതുകൊണ്ട് തന്നെ ഇവർക്കിപ്പം ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം നിങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള സിഗ്നൽ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്നോ. നിങ്ങൾ ഇപ്പൊ കൈയും കാലും പിടിച്ചും ചെല്ലുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഇവനല്ലേ ഇവൾക്ക് എന്തോ പറ്റി, എന്തുകൊണ്ടാണ് എന്റെ പുറകെ വരാത്തത്, എന്തോ ഞാനുമായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാത്തത്, അങ്ങനെ നൂറുകണക്കിനുള്ള തോട്ട്സുകൾ ഇയാളുടെ മൈൻഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അതിൽ തന്നെ ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ ഒരു എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തോ സംഭവിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇവിടെ. വൈ ഹിയർ ഈസ് എക്സിസ്റ്റൻസ്. നിങ്ങൾ സ്പിരിച്വലി നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്യൂർ ഓഫ് സോൾസ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കണ്ടീഷനിങ്ങിന്റെ എനർജിയിലാണ്. കാരണം നിങ്ങൾ മടുത്തു, സ്ട്രഗിൾ ചെയ്തു, മടുത്തു കണക്ഷനിൽ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജിയിൽ നിൽക്കുകയാണ്. കാരണം വന്നില്ലെങ്കിൽ വരണ്ട, മര്യാദയ്ക്ക് വരുന്നെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ആ ഒരു എനർജിയില്ല. എന്തായാലും എനിക്ക് ജസ്റ്റിസ് വേണം എന്നുള്ള ഒരു എനർജി സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് ചെയ്തിട്ടുള്ളത് ശരിയായിട്ടുള്ള കാര്യമുള്ളതുകൊണ്ട് എനിക്ക് ജസ്റ്റിസ് വേണം, അത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടത്. അത് മാത്രമല്ല ഫൈനലായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം ഈ ഒരു കണക്ഷനിൽ എടുക്കണം എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെ ഫാമിലി, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു തരത്തിലും ഗീവ് അപ്പ് ചെയ്യാനായിട്ട് റെഡി അല്ല, അല്ലെങ്കിൽ എന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തല്ല, എന്നെ പറ്റിച്ചിട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരു അവസരം അതിന്റെ രീതിക്കുള്ളൊരു എല്ലാത്തിനെയും, അതായത് ഈ ഒരു കണക്ഷനെയും ഫാമിലി എന്താണ് അതിന്റെ രണ്ടെണ്ണത്തിനെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തക്ക രീതിക്കുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കണം എന്നുള്ള ഒരു സ്ട്രോങ് മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയി. നിങ്ങൾ മാത്രം ഒരു വ്യക്തി മൂവ് ചെയ്ത് പോയി. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. പക്ഷെ നിങ്ങൾ വെയിറ്റിംഗിലാണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ആ ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നില്ല. ബട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ വെയിറ്റിംഗിലാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഇന്നും ഉള്ളൂ, വേറെ ആരും ഇല്ല. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ആയി, അപ്പം വേറെ ആരോ ലൈഫിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എനർജീസിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ, ഇവർ എന്ത് വേണേലും ചിന്തിച്ചോട്ടെ, നിങ്ങൾ അതിന് ക്ലാരിറ്റി ഒന്നും കൊടുക്കാനായിട്ട് പോകണ്ട. വരുന്നെങ്കിൽ മര്യാദയ്ക്ക് വന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് കൈയും കാലം പിടിച്ചു പോകണ്ട. ഈ ഒരു എനർജി നല്ലതാണ്. പക്ഷെ ഇവിടെ ഒരു ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട്, ക്രിയേറ്ററിന്റെ കാർഡ്, അത് ചേരിയറ്റ് കാർഡാണ് കാണിക്കുന്നുള്ളത്. സോ ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കും ഉറപ്പായിട്ടും. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഇയാൾ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.